ഹായ് യൂട്യൂബ്. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് പഠിച്ചു. ഈ എപ്പിസോഡിൽ നമുക്ക് ഹെഡർ ഫയൽസിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതുകയാണ്. ഇൻറ്റിജർ ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇൻറ്റിജർ എ ഇൻറ്റിജർ ബി, എന്നിട്ട് ഞാൻ ആ ഫംഗ്ഷനകത്ത് റിട്ടേൺ എ പ്ലസ് ബി ഇത് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ആ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. ഇവിടെ ഹലോ വേൾഡിന് പകരം ഞാനിവിടെ ഫംഗ്ഷൻ ആഡ് 2,3 കോൾ ചെയ്യുന്നു. ഇനി ഞാനിത് റൺ ചെയ്താൽ നമുക്കറിയാം ഔട്ട്പുട്ട് 5 കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒറ്റ ഈ മെയിൻ ഫംഗ്ഷനകത്തായിരുന്നു നമ്മൾ കോഡെല്ലാം എഴുതിയിരുന്നത്. അപ്പം നമുക്കിത് കുറച്ചൊന്ന് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേ ഫംഗ്ഷൻ തന്നെ വേറൊരു ഫയലിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ വേറൊരു ഫയൽ വിഷ്വൽ സ്റ്റുഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ വ്യൂ നോക്കി സൊല്യൂഷൻ എക്സ്പ്ലോറർ എടുക്കാം. സൊല്യൂഷൻ എക്സ്പ്ലോററിൽ നമുക്ക് നമ്മുടെ ഡയറക്ടറി സ്ട്രക്ചർ കാണാം. അപ്പോൾ ഇവിടെ സോഴ്സ് ഫയലിനകത്താണ് നമ്മുടെ കറണ്ട് സാമ്പിൾ C++ ഫയൽ ഉള്ളത്. അപ്പോൾ എനിക്കൊരു പുതിയ ഫയൽ ഉണ്ടാക്കണം. ആഡ് ന്യൂ ഐറ്റം. ഞാൻ ഫോർ എക്സാമ്പിൾ ആഡർ എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ടാക്കി. adder.cpp. ഇവിടെ ഞാൻ എൻ്റെ ഫംഗ്ഷൻ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഫംഗ്ഷൻ ഇവിടെ ആഡ് ചെയ്തു. പക്ഷേ നമുക്കിവിടെ കാണാം ഇവിടെ എററാണ് ത്രോ ചെയ്യണത്. കാരണം ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കത് ഇവിടെ ഹെഡർ ഫയലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് സെപ്പറേറ്റ് ഫയലാണെന്ന് പറഞ്ഞല്ലോ. നമുക്കറിയാം നമ്മൾ ഇൻബിൽട്ട് ആയിട്ടുള്ള നമ്മുടെ C++ ഫയൽ നമ്മളിവിടെ ഹെഡർ ഫയൽ വെച്ച് ഇൻക്ലൂഡ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫയലും ഹെഡർ ഫയൽ വെച്ച് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ആഡർ എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നു. നമുക്കിവിടെ പറ്റുന്നില്ല. ആക്ച്വലി നമ്മുടെ ഇൻബിൽട്ട് ഫയൽസ് നമ്മളുണ്ടാക്കിയ യൂസർ ഡിഫൈൻഡ് ഫയൽസ് നമ്മൾ അപ്പോസ്ട്രോഫി വെച്ചാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണത്. അപ്പോൾ ഇവിടെ ആഡർ എന്ന് പറഞ്ഞ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയാൽ നമുക്കത് ആക്സസ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹെഡർ ഫയൽ അല്ല, ഇതൊരു സൊല്യൂഷൻ ഫയലായിട്ട് തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കണേ. അതുകൊണ്ടാണ് അത് വർക്കാവാത്തത്. ഞാനിപ്പോൾ അത് റിമൂവ് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മുടെ ഹെഡർ ഫയൽ എന്ന് പറഞ്ഞൊരു ഫിൽറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് ആഡ് ന്യൂ ഐറ്റം, എന്നിട്ട് ഇവിടെ ഞാനൊരു പുതിയ ഹെഡർ ഫയൽ കൊടുക്കുന്നു. ആഡർ എന്ന് പറഞ്ഞ് adder.h. നമ്മുടെ C++ൽ .h എക്സ്റ്റൻഷൻ ആണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ .hpp ഏതായാലും കുഴപ്പമില്ല. ഞാനൊരു ആഡർ എന്ന് പറഞ്ഞ് ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ ഹാഷ് പ്രാഗ്മ വൺസ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുന്ന പ്രാഗ്മ വൺസ് എന്താണെന്ന് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഞാൻ എഴുതി. ഇനി ഞാനിവിടെ ഹാഷ് ഇൻക്ലൂഡ് എന്നിട്ട് ഞാനിവിടെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് adder.hpp ഇപ്പം നമുക്കിവിടെ ഹൈലൈറ്റ് ആവുന്നുണ്ട്. ഞാനത് ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഞാൻ ഈ കോഡ് റൺ ചെയ്താലോ നമുക്കിവിടെ ഔട്ട്പുട്ട് 5 എന്ന് വന്നേക്കുന്നത് കാണാം. നമ്മുടെ ഫംഗ്ഷൻ ഇപ്പോൾ റണ്ണായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേറൊരു ഫയലിലുള്ള കണ്ടൻസ് നമ്മുടെ മെയിൻ ഫയലിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ഇപ്പോൾ ഈ ഹാഷ് ഇൻക്ലൂഡ് എന്താ ശരിക്കും മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കോപ്പി മാത്രമാണ്. ഈ ആഡറിനകത്തുള്ള എല്ലാ കണ്ടൻസും ജസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഞാൻ ജസ്റ്റ് ഒരു ക്ലോസിംഗ് കർലി ബ്രേസസ് മാത്രം ഞാൻ ഈ ഒരു ഫയലിനകത്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഹാഷ് ഇൻക്ലൂഡ് adder.hpp ഉണ്ടല്ലോ, അത് ഞാൻ കൊണ്ടേ ഇവിടെ ക്ലോസിംഗ് കർലി ബ്രേസ് ഉണ്ടല്ലോ അതിന് പകരം ഞാൻ അത് ഇവിടെ കൊണ്ടേ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഹലോ എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഞാനിവിടെ ഹാഷ് ഇൻക്ലൂഡ് എടുത്തു. അപ്പോൾ നമുക്കറിയാം ഈ adder.hppക്കകത്ത് നമ്മുടെ ക്ലോസിംഗ് ബ്രേസസ് ഉണ്ട്. ഇവിടെ നമ്മളത് ഡയറക്റ്റ്ലി ഇൻക്ലൂഡും ചെയ്യുന്നു. ഇനി ഞാനിത് റൺ ചെയ്താലോ നമ്മുടെ പ്രോഗ്രാം റണ്ണായി. ഞാനാകെ കൺഫ്യൂഷൻ. കാരണം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ളടത്ത് അത് റീപ്ലേസ് ചെയ്ത് ഇതിനകത്തുള്ള എല്ലാ കണ്ടൻസും പ്ലേസ് ചെയ്യും ഇവിടെ. അപ്പൊ ഇവിടെ നമുക്കുള്ളത് കേർലി ബ്രേസ് ആണ്, ക്ലോസിംഗ് കേർലി ബ്രേസസ്. അപ്പൊ അതായത് ഇവിടെ ഈ ഹാഷ് ഇൻക്ലൂഡിന് പകരം നമ്മുടെ ക്ലോസിംഗ് കേർലി ബ്രേസസ് വരും. അതുകൊണ്ടാണ് പ്രോഗ്രാം അങ്ങനെ റൺ ആവുന്നത്. ഇനി ലെറ്റ്സ് സേ ഞാനത് ഓൾഡ് ഫംഗ്ഷൻ തന്നെ ആഡറിനകത്ത് എഴുതുന്നു. എന്നിട്ട് ഞാനിത് പഴയതുപോലെ ആകുന്നു. ഇനി നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോയിൽ ആക്ച്വലി 2 വ്യൂ ഉണ്ട്. ഇത് സൊല്യൂഷൻ എക്സ്പ്ലോറർ വ്യൂ എന്ന് പറയും. ഇവിടെ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് ഇവിടെ ഈ സ്വിച്ചിൽ ഞെക്കിയാൽ നമുക്ക് ആക്ച്വലി ഫോൾഡർ വ്യൂ എന്ന് പറഞ്ഞ വേറെ വ്യൂ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫോൾഡർ സ്ട്രക്ചർ കാണാം. അപ്പോൾ ഈ ഫോൾഡർ സ്ട്രക്ചർ നമുക്ക് നോക്കിയാൽ കാണാം നമ്മുടെ adder.hpp എന്ന് പറഞ്ഞ് ജസ്റ്റ് നമ്മുടെ ഈ പ്രൊജക്ട് ഡയറക്ടറി മാത്രമാണ് കിടക്കുന്നത്. ഞാൻ ബാക്ക് ടു സൊല്യൂഷൻ എക്സ്പ്ലോറർ വ്യൂ, എന്നിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഓപ്പൺ ഫോൾഡർ ഇൻ ഫയൽ എക്സ്പ്ലോറർ കൊടുത്തു. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ പ്രൊജക്ട് ഡയറക്ടറിക്കകത്ത് ആഡർ എന്ന് പറഞ്ഞ ഫയലുണ്ട്.
റൈറ്റ്. അപ്പോൾ ഞാൻ ലെറ്റ്സ് സേ ഒരു പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുവാണ്, ന്യൂ ഫോൾഡർ. എന്നിട്ട് ഞാൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞൊരു ലെറ്റ്സ് സേ ഒരു ഫോൾഡർ ഉണ്ടാക്കി. എന്നിട്ട് അതിനകത്തേക്ക് ഈ ആഡർ മൂവ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻസിനകത്താണ് ഈ ആഡർ എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ. ഇത് നമ്മുടെ സാമ്പിൾ C++ ഫയൽ ഇവിടെയുണ്ട്. ഓക്കെ, നമ്മളിനി ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് ഈ ഫയൽ റിമൂവ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് റിമൂവ് ആയാലോ ഹാഷ് ഇൻക്ലൂഡ്, അപ്പോൾ അതാണ് ഇവിടെ എറർ കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഹെഡർ ഫയൽസിൽ റൈറ്റ് ക്ലിക്ക് ആഡ് എക്സിസ്റ്റിംഗ് ഐറ്റം കൊടുത്തു. എന്നിട്ട് ഈ ഫംഗ്ഷൻസിനകത്തുനിന്ന് ഈ adder.hpp ആഡ് ചെയ്തു. ഓക്കെ, പക്ഷെ എങ്കിലും ഇവിടെ എറർ തന്നെ കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം നമുക്കതൊരു ഫോൾഡറിനകത്താണ്. അപ്പോൾ ഫോൾഡറിനകത്താകുമ്പോൾ അത് ആക്സസ് ചെയ്യാൻ നമ്മളിവിടെ ഫങ്ഷൻസ് / എന്ന് കൊടുക്കണം. അതായത് ആ ഫോൾഡറിൻ്റെ ഡയറക്ടറി സ്ട്രക്ചറും പാത്ത് ഇവിടെ കൊടുക്കണം. ഇപ്പോൾ മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ആ പാത്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ ഇത് ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതിന് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം, നമ്മുടെ 5 തന്നെ വന്നത്. ഓക്കെ, ഇനി ഇതുപോലെയും ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എനിക്കിങ്ങനെ ഫോൾഡർ പാത്ത് ഡിഫൈൻ ചെയ്യണ്ടെങ്കിൽ എനിക്കിവിടെ ഡയറക്റ്റ് ജസ്റ്റ് ഫയൽ നെയിം മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ സൊല്യൂഷനിൽ റൈറ്റ് ക്ലിക്ക് അടിച്ച് പ്രോപ്പർട്ടീസ് പോയിട്ട് നമ്മുടെ ഇവിടെ C++ ടാബിനകത്ത് ഇവിടെ ജനറൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ജനറലി ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ അഡീഷണൽ ഇൻക്ലൂഡ് ഡയറക്ടറീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ആരോ ഞെക്കി എഡിറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബോക്സിനകത്ത് നമ്മുടെ ഡോളർ പാരന്തസിസിനകത്ത് പ്രൊജക്ട് ഡയറക്ടറി എന്ന് കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ മെയിൻ പാത്ത് നമ്മുടെ പ്രൊജക്ട് ഡയറക്ടറി ആക്കും. അതായത് നമ്മുടെ ഈ സാമ്പിൾ C++ എന്ന് പറഞ്ഞ ഡയറക്ടറി ആക്കും. / അതിനകത്ത് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ /ഫങ്ഷൻസ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ, എന്നിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇത് നമുക്ക് ഡയറക്റ്റ് ആ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉപയോഗിക്കാണ്ട് തന്നെ ഇവിടെ നമുക്ക് ഫയൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ഈ ഹെഡർ ഫയൽസിനകത്ത് പഠിക്കാനുള്ളത്, നമുക്ക് ഹെഡർ ഫയൽസ് ഫോർ എക്സാമ്പിൾ എനിക്ക് വേറൊരു ഹെഡർ ഫയലുണ്ട്. ഇപ്പോൾ printer.h എന്ന് പറഞ്ഞ വേറൊരു ഫയൽ ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നു void print me. ഇതിനകത്ത് ഞാൻ പ്രിന്റ് ചെയ്യുന്നു standard cout hello world. ഞാനിങ്ങനെ പ്രിന്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ #include iostream print me ഞാനിവിടെ ആഡർ ഫംഗ്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നു. പ്രിന്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഈ ആഡർ ഫയലിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ആഡർ നമുക്കറിയാം, ഇപ്പം നമ്മുടെ പ്രൊജക്ട് സ്ട്രക്ചർ നോക്കിയാൽ നമുക്കറിയാം ആഡർ നമ്മുടെ ഈ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ഈ ഫോൾഡറിനകത്താണല്ലോ ആഡർ. പക്ഷേ ഈ പ്രിന്റർ ഫയൽ ക്രിയേറ്റ് ആയതോ നമ്മുടെ ഇവിടെ ഈ മെയിൻ C++ ഡയറക്ടറിയില്ല, സാമ്പിൾ C++ന്റെ ഫയലിന്റെ കൂടെയാണ്. അപ്പോൾ ഈ പ്രിന്റർ ഹെഡർ ഫയൽ ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് എങ്ങനെ ആക്സസ് ചെയ്യും? നമുക്ക് #include കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പേരന്റ് ഡയറക്ടറി, അതായത് 1 ഡയറക്ടറി മുകളിലേക്ക് പോകും. എന്നിട്ട് /printer.h ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻസ് ഫോൾഡറിനകത്താണല്ലോ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോൾഡർ വ്യൂ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ ഈ ഫംഗ്ഷൻസ് ഫോൾഡറിനകത്ത് ഈ ആഡർ ഫയൽ ഈ .. കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഫംഗ്ഷൻസ് ഫോൾഡറിൽ നിന്ന് ജമ്പ് ചെയ്ത് സാമ്പിൾ C++ ഫോൾഡറിയിട്ട് നമ്മുടെ പാത്ത് പോകും. എന്നിട്ട് ഇതിനകത്ത് printer.h എടുക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഫോർമാറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ printer.h എന്ന് പറഞ്ഞ ഫയൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഇനി സാമ്പിൾ C++ന് നമുക്ക് സെയിം ഫയൽ ലെറ്റ്സ് എനിക്ക് സാമ്പിൾ C++ൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതിനു മുന്നേ ഞാൻ ഈ ആഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനിത് print me ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുക. ഓക്കെ, print me ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തു. ഇനി സെയിം ഫംഗ്ഷൻ തന്നെ എനിക്ക് ഇവിടെയും വിളിക്കണം. അപ്പം ഞാൻ ഇവിടെ നിന്ന് പക്ഷെ എനിക്ക് .. ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എനിക്കിവിടെ സെയിം ഫോൾഡർ സ്ട്രക്ചറിലാണ് ഇവിടെ ആ പ്രിന്റർ ഫയൽ ഉള്ളത്. അപ്പോൾ ഇവിടെ എനിക്ക് ഡയറക്റ്റ് ജസ്റ്റ് print me കോൾ ചെയ്യാം. ഓക്കെ, ഇനി ഞാനിത് റൺ ചെയ്താൽ നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാം hello world 5. എങ്ങനെയാണ് ഇത് വന്നതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ഡീബഗ് പോയിന്റ് വെച്ച് കാണാം. അപ്പം ഞാനിവിടെ ഡീബഗ് പോയിന്റ് ഇട്ടു. എന്നിട്ട് സൊല്യൂഷൻ എക്സ്പ്ലോററിലേക്ക് സ്വിച്ച് ചെയ്ത് ഞാനിത് ഡീബഗ് ഒന്ന് റൺ ചെയ്തു. ഈ മെമ്മറി വിൻഡോ ക്ലോസ് ചെയ്യും. ഓക്കെ, നമുക്കിവിടെ പ്രിന്റ് മീലാണ് ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഫംഗ്ഷനിലേക്ക് സ്റ്റെപ്പ് ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇപ്പം നമ്മൾ printer.h ഫയലിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം hello world എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ ആഡർ ഫയലിനകത്ത് എത്തി. ആഡർ ഫയലിനകത്ത് നമ്മൾ വീണ്ടും ഈ print me ഫംഗ്ഷനിലേക്ക് സ്റ്റെപ്പ് ഇൻറ്റു ചെയ്ത് ആ print meയിൽ hello world പ്രിന്റ് ചെയ്തു. പിന്നെ റിട്ടേൺ a+b ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ആഡറിൽ നിന്നും റിട്ടേൺ ചെയ്ത് തിരിച്ച് മെയിനിലേക്ക് തന്നെ വരും. നമുക്കിവിടെ കാണാം ആഡ് ഫംഗ്ഷൻ റിട്ടേൺ
5 ഔട്ട്പുട്ട് 5 എന്ന് കാണാം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ, അതാണ് നമ്മുടെ പ്രോഗ്രാം ഫ്ലോ. അപ്പോൾ നമ്മളിത് എന്തുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കിവിടെ അറിയാം, നമ്മൾ ഈ സെയിം ഫയൽ പ്രിന്റർ ഫയൽ തന്നെ രണ്ടിടത്തും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആഡറിനകത്തും സാമ്പിൾ C++നകത്തും. അപ്പം നമ്മൾ ഇവിടെ പ്രാഗ്മ വൺസ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഡെഫിനിഷൻ കണ്ടു, പ്രീ പ്രോസസർ ഡയറക്റ്റീവ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പ്രാഗ്മ വൺസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി ഈ ഫയല് ഓൺലി 1 ടൈം മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഞാൻ ലെറ്റ്സ് സേ ഈ പ്രാഗ്മ വൺസ് എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ റിമൂവ് ചെയ്യുക. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടിടത്ത് ഈ ഫയൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ, printer.h ഇവിടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഇത് കോപ്പി ചെയ്തിടുകയെന്ന്. അപ്പോൾ ഈ സെയിം ഫംഗ്ഷൻ തന്നെ രണ്ടിടത്തും കോപ്പി ചെയ്തിടും, ഇവിടെയും കോപ്പി ചെയ്തിടും, അതുപോലെ തന്നെ ഇവിടെയും കോപ്പി ചെയ്തിടും. പക്ഷേ എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആഡറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ആഡർ ഹെഡർ ഫയൽ. ഓൾറെഡി ആഡറിനകത്ത് നമ്മൾ ഈ പ്രിന്റർ ഫയൽ കോപ്പി ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടെ 2 പ്രാവശ്യം പ്രിന്റ് മീ ഡെഫിനിഷൻ വരും. അപ്പോൾ ഇത് ഞാൻ റൺ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എററാണ് ത്രോ ചെയ്യണത്. എന്നിട്ട് ഇവിടെ എറർ നമുക്ക് കാണാം, വോയിഡ് പ്രിന്റ് മീ ഓൾറെഡി ഹാസ് എ ബോഡി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 പ്രാവശ്യം ഇൻക്ലൂഡ് ആയി. ഞാനിവിടെ പ്രാഗ്മ വൺസ് റിമൂവ് ചെയ്തു, അത് ഓർക്കുക. പ്രാഗ്മ വൺസ് അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ #പ്രാഗ്മ വൺസ് അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ 2 പ്രാവശ്യം ഇൻക്ലൂഡ് ആയാൽ അത് ചെക്ക് ചെയ്യും. അതായത് ഈ ഫയൽ ഓൾറെഡി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ രണ്ടാമത് അത് ഇൻക്ലൂഡ് ചെയ്യില്ല. അതാണ് പ്രാഗ്മ വൺസ് ചെയ്യുന്നത്. ജസ്റ്റ് 1 ടൈം മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഈ പ്രാഗ്മ വൺസ് ഇട്ട് റൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാം റൺ ആവുന്നുണ്ട്. അപ്പോൾ ഈ പ്രാഗ്മ വൺസ് ആക്ച്വലി ഒരു വിഷ്വൽ സ്റ്റുഡിയോന്റെ ഒരു കീവേഡ് ആണ്. നമുക്ക് സാധാ C++ൽ നമ്മൾ വേറെ കമ്പൈലറിലൊക്കെ ഇട്ട് റൺ ചെയ്താൽ ചിലപ്പോൾ ഇത് എറർ ത്രോ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളിപ്പോൾ ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ പൊതുവേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ് നോട്ട് ഡിഫൈൻഡ്, നമ്മൾ ഈ ഫയലിന് വേണ്ടി ഒരു നെയിം കൊടുക്കുക, adder_h #define_adder_h. എന്നിട്ട് ഈ ഫയലിന്റെ എൻഡ് ആയിട്ട് #endif adder_h. ഇങ്ങനെ വേണം നമ്മൾ പ്രാഗ്മ വൺസിന് പകരം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. വിഷ്വൽ സ്റ്റുഡിയോയിൽ മാത്രമാണ് പ്രാഗ്മ വൺസ് എന്ന് പറഞ്ഞ ഒരു ഡെഫിനിഷൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇനി ഇത് റൺ ചെയ്താൽ അത് പ്രാഗ്മ വൺസ് പോലെ തന്നെ നമുക്ക് വർക്ക് ആവും. ആക്ച്വലി ഇവിടെ ആഡർ അല്ല, ഇവിടെ പ്രിന്റർ എന്നാണ് വേണ്ടത്. നമ്മുടെ ഫയൽ നെയിം അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നെയിമാണ് കൊടുക്കേണ്ടത്. ബട്ട് നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം, ജസ്റ്റ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. യൂഷ്വലി നമ്മൾ ഫയൽ നെയിം തന്നെ കൊടുക്കാറ്. അപ്പോൾ ഇതാണ് ഹെഡർ ഫയൽസിനെ കുറിച്ച് പറയാനുള്ളത്. ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ എവിടെയാണോ ഹെഡർ ഇൻക്ലൂഡ് ചെയ്യുന്നത് അവിടെ ജസ്റ്റ് നമ്മുടെ കണ്ടന്റ്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് കോപ്പി പേസ്റ്റ് പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് യൂഷ്വലി നമ്മൾ ഫങ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഹെഡർ ഫയൽ ആക്ച്വലി ടോപ്പ് ആയിട്ട് കൊടുക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ഫങ്ഷൻസ് നമ്മൾ താഴെ കൊടുത്താൽ നമുക്കറിയാം ഫങ്ഷൻ്റെ ഡെഫിനിഷൻ താഴെ കൊടുത്താൽ നമുക്കറിയാം ഫങ്ഷൻ്റെ ഹെഡർ മുകളിൽ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് മാത്രമായിട്ട് ചില ഫയൽസിലുള്ളതുകൊണ്ടാണ് നമ്മൾ പൊതുവെ മെയിൻ ഫംഗ്ഷൻ്റെ മുകളിലായിട്ട് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹെഡർ ഫയൽ ആക്ച്വലി എവിടെ വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം, ഇവിടെ ബോട്ടം ആയിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, ജസ്റ്റ് കണ്ടന്റ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഹെഡർ ഫയൽസിനെ പറ്റി പഠിച്ചു. എന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്, നിനക്കിപ്പോ എന്താ വേണ്ടത്?